സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് പോയി സിനിമ കണ്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതാണ്, ദിലീപിന് ഈയിടെയായിട്ട് അഭിനയിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഉൾഭയമാണ്. അതായത് താൻ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ തുടരെ പരാജയങ്ങളാണ്. ഈ സിനിമയും എനിക്ക് വലിയ പ്രതീക്ഷയും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇന്നൊക്കെ തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യമായിരുന്നു. അതുമാത്രവുമല്ല, എവിടുന്നോ കുറച്ച് ഫാൻസോളുകൾ കയറി വന്നിട്ട് ഉള്ള ആൾക്കാരെയും കൂടി വെറുപ്പിച്ചിട്ടാണ് അവന്മാർ പോയത് എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഈ പൊട്ടിക്കുന്ന കുറേ സാധനങ്ങളും കൊണ്ടായി ഇവർ വന്നത്. ഇവർ ഓരോ ഡയലോഗിനെന്ന് പറഞ്ഞ് ഈ സാധനം ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കലാണ്. അങ്ങനെ നല്ല രീതിയിൽ എല്ലാവരെയും വെറുപ്പിച്ചത് കൊണ്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും ഇവിടെയുള്ള ടീമൊന്നുമല്ല, ഈ അടുത്തുള്ള പ്രദേശത്തുള്ളതൊന്നുമല്ല. ഇവർ വേറൊരു സ്ഥലത്തുനിന്ന് വന്നതാണെന്ന് ഇവരുടെ സംഭാഷണത്തിൽ മനസ്സിലായി. അതായത് അവിടെ 3 തിയേറ്ററിൽ ഈ സിനിമ കളിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് ഒരു 15 ആൾ ഇങ്ങോട്ട് വരണമെന്ന്. അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് 15 ആൾ കയറിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ 15 ആളെ കയ്യിലും ഒരു 3 വെച്ചിട്ട് മറ്റേ പൊട്ടിക്കുന്ന സാധനം ഉണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഇവന്മാർ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ ദിലീപിൻ്റെ സിനിമയിലെ ഏറ്റവും വലിയ ശാപമെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇങ്ങനെയുള്ള കൂറ ഫാൻസുകളെ പൈസ കൊടുത്തിറക്കും, എന്നിട്ട് ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിക്കും തിയേറ്ററിൽ വന്നിട്ട്. ഒരു തരം മൂഞ്ചിയ സ്വഭാവം മാത്രമേ എനിക്ക് ഇതിനെ പറ്റിയിട്ട് തോന്നുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം നിങ്ങളോട് പറയാലോ, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ലിസ്റ്റിനന്ന് ഇങ്ങനെയൊരു സംഭാഷണം എടുത്തത്. അതായത് നിവിൻ പോളി എന്ന് പറയുന്ന നടനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു, ഏതായാലും ഒന്ന് വിവാദം ഉണ്ടാക്കാം, വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ തൻ്റെ സിനിമക്ക് അത് ഗുണം ചെയ്യും എന്നുള്ള കാഴ്ചപ്പാടിലാണോ എന്നറിയില്ല. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കയറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ, അതായത് ഓൺലൈൻ മാധ്യമങ്ങൾ, ഇല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുന്നവർ, ഇവരെയൊക്കെ ഈ തേച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും സിനിമ ഇറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെയാണ് അതായത് ദിലീപിൻ്റെ ഈ സിനിമയിലും അങ്ങനെയാണ്. ഓൺലൈൻ മാധ്യമങ്ങളെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അടിച്ചിരുത്തുന്നുണ്ട്. അതായത് എന്താ ഇതിൻ്റെ ഗുണം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുമ്പോൾ കൈയടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ദിലീപൊക്കെ പലതും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ചെയ്തിട്ടും അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, ഇപ്പോഴും ആരോപണ വിധേയനായി കിടക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പം അയാളൊക്കെ ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഓൺലൈൻ മാധ്യമങ്ങൾ വിളിച്ചു പറയും. അതിന് ഇത്രമാത്രം വിഷമിക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? ദിലീപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദിലീപ് കാവ്യ മാധവനെ കല്യാണം കഴിച്ചതും അതുപോലെ തന്നെ മഞ്ജു വാര്യരുമായിട്ട് പിരിയാനുണ്ടായ കാരണങ്ങളും പിന്നെ അയാളുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ട് അലക്കിയത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ദിലീപിന് എന്താണ് ഒരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെയാണ് പിന്നെ ലിസ്റ്റിനെ പോലെയുള്ളവർ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിനെതിരെയും അല്ലെങ്കിൽ മറ്റുള്ളതിനെതിരെയും എന്ന് പറഞ്ഞാൽ ഒന്നും പറയത്തില്ല. അതായത് ഏതോ ഒരു നടൻ എന്തോന്ന് കാണിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ നടൻ കാണിച്ചത് എന്ന് പറയുന്നില്ല. ആ നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിവിൻ പോളിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. നിവിൻ പോളി ചെയ്ത കാര്യം ഇതാണ്, അതായത് ആ സിറ്റിൽ ആരോ മയക്കുമരുന്ന് അടിക്കുന്നുണ്ടായിരുന്നു, അവരെ പുറത്താക്കാൻ പറഞ്ഞപ്പോൾ പുറത്താക്കിയില്ല. അതായത് ലിസ്റ്റിൻ എന്ന് പറയുന്നത് ഒരു മാടമ്പി സ്റ്റൈലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് ഒരുപാട് വാണങ്ങൾ ഇങ്ങനെ കുത്തി നിറച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തൊരു മലങ്കൾട്ടാണ്. അതാണ് എല്ലാ സിനിമയിലും ഉപയോഗിക്കുന്ന ഒരു വാക്കായിപ്പോഴത്. അതായത് തുടരും എന്ന് പറയുന്ന സിനിമയിലും ഈ മലങ്കൾട്ട് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഈ സിനിമയിലും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിനെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ് കരച്ചിൽ വന്നുപോയി. ആ മനുഷ്യൻ എന്തിനാണ് ഇതിൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയത്? ഈ ദിലീപിൻ്റെ ഒരു സിനിമയുണ്ട്, ദിലീപിൻ്റെ ഒരു അനുജനായിട്ടൊരു വേഷം ഉണ്ട് എന്ന് കേട്ടപ്പോഴേ ചാടി പുറപ്പെട്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളാത്തൊരു വേഷം തന്നെയാണ്. പിന്നെ വേറൊരുത്തിൻ്റെ കാര്യം പറയാനേ ഇല്ല. അതിനപ്പുറത്ത് അവൻ ഈ മറ്റേ മാർക്കോലൊക്കെ അഭിനയിച്ചിട്ട് കുറച്ച് മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ്. ഇതിൽ അഭിനയിച്ചിട്ട് ആ മൈലേജും കൂടി പോയി എന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, സിദ്ദിഖ് ഉണ്ട്, ബിന്ദു പണിക്കറുണ്ട്, വെറുപ്പിക്കൽ തന്നെയാണ്. അതായത് സിദ്ദിഖ് പിന്നെയും കുറച്ചങ്ങ് പിടികിട്ടാം, പക്ഷേ ഈ ബിന്ദു പണിക്കർ നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട്. വെറുപ്പിച്ച് കയ്യിൽ തരുന്നുണ്ട്. ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉറങ്ങിത്തീർക്കാം. രണ്ടാമത്തേത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബഹളങ്ങളും ആഘോഷങ്ങളും. അതായത് ഇന്നത്തെ നമ്മൾ ഈ പിന്നെ റോഡിലിറങ്ങിയാൽ കാണുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അതായത് ഇതുപോലെ തന്നെ സംസാരിക്കുന്ന വ്ളോഗേഴ്സൊക്കെ ഉണ്ട്. അത് അവർ എന്താണ്, അത് കാണാൻ ആളില്ലോണ്ടാണ് അവർ പിന്നെ ഈ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്. ഇത് കാണാൻ ആരും ഇല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ചെയ്യാടേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ട് ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊന്നും പറഞ്ഞാലൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടലിലുള്ള വൃത്തിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ എന്ത് വൃത്തിയാണുള്ളത്? അതായത് ഇവിടെ പിന്നെ ഒരു സ്ത്രീയാണ് ഭക്ഷണം വിളമ്പുന്നത്, ആ സ്ത്രീ സ്നേഹമാണ് തരുന്നത് എന്നു മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ വിളമ്പി തരുന്നതൊക്കെ വൃത്തി വേണ്ടേ? സ്നേഹം മാത്രം മതിയാ? അതായത് സ്നേഹം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ വൃത്തിയാവുക? ഒരിക്കലും ആവില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരൊക്കെ ഒരുപാട് ഹോട്ടലുകൾ നടത്തുന്നുണ്ട്. അതൊക്കെ സ്ത്രീകൾ നടത്തുന്നതാണ്. എല്ലാവർക്കും വേർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടൊന്നുമല്ല നടക്കുന്നത്. നല്ല രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആയതുകൊണ്ടൊന്നും പറയാൻ കഴിയില്ല, സ്ത്രീ ആയതുകൊണ്ടൊന്നും പറയരുത്. സ്ത്രീ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. അതിൽ വൃത്തിയിലെ കാര്യങ്ങളൊന്നും പിന്നെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല. കാരണം ഈ സന്തോഷം ഇങ്ങനെ വാരി എറിയുമ്പോഴേ അവിടെ വൃത്തിയുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇതുണ്ടോ ഇതൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഈ പടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ദിലീപിൻ്റെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നല്ല കോമഡിയും കാര്യങ്ങളും എനിക്ക് തോന്നുന്നത് ഈ പവി കെയർ ടേക്കർ ഇതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോണി ആൻ്റണിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെന്നോ വന്ന് എന്തോ ചെയ്യുന്നു, എങ്ങനെയോ പോകുന്നു, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള ഒരു തേങ്ങയില്ല. അതുപോലെ തന്നെ ദിലീപിൻ്റെ കഥാപാത്രം പിന്നെ പറയേ വേണ്ട. അതായത് ദിലീപിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പഴയ ഒരുപാട് സിനിമകളിലെ ആ വേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ട്യൂണൊക്കെ കൊടുത്തിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ദിലീപ് ഭയങ്കര സംഭവമായിരിക്കും ഈ ഒരു സിനിമയിൽ നിന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ദിലീപ് ഇങ്ങനെ പ്രയത്നിച്ചു കൊണ്ടിരിക്കലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ പണി നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും പുതുമയുള്ളത് തേടുന്നതായിരിക്കും നല്ലത്. അതായത് ഇങ്ങനെയുള്ള കോമഡികളൊന്നും ആൾക്കാർക്ക് ഇപ്പം വേണ്ട. ഇതുപോലെയുള്ള കോമഡികളും വളിപ്പുകളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറക്കം തളിക അങ്ങനെയുള്ള കാലഘട്ടത്തിലാണെങ്കിൽ പിന്നെ കുറച്ചെങ്കിലും ഉഷാറായെന്നെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വേണ്ടത് നമ്മുടെ സല്ലാപം പോലെയുള്ള അല്ലെങ്കിൽ മീശമാധവം പോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് സിനിമകൾ വന്നു കഴിഞ്ഞാൽ ദിലീപിന് പിടിച്ചു നിൽക്കാം. അതുപോലെ തന്നെ ഈ ചളി കോമഡികൾ അങ്ങ് പാടുകയും മറക്കുക, എന്നിട്ട് കുറച്ചും കൂടി നല്ല സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ധരിക്കുക. അതാ വേണ്ടത്. ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ട് പൊട്ടിയിട്ട് ഇങ്ങേർക്ക് മനസ്സിലാകുന്നില്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇങ്ങനെ ഇപ്പോഴെന്ന് പറഞ്ഞൊരു പരീക്ഷ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കലാണ്. ഏതായാലും ലാലേട്ടനെ പോലെയുള്ള തുടരും എന്ന് പറയുന്ന സിനിമ പോലെയുള്ള അതുപോലെയുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രാരാബ്ധക്കാരനായിട്ടോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദിലീപിന് രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാതെ ദിലീപിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോമഡികളും കോമാളിത്തരം കൊണ്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ വളരെയധികം ശോകം തന്നെയായിരുന്നു തിയേറ്റർ. ആളുകളൊന്നുമില്ല ഇവിടെ. ഓരോരോ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമായിരിക്കും. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാനല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും പ്രിൻസ് കാണണ്ട എന്നൊന്നും പറയുന്നില്ല. അതായത് കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയില്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കുറച്ച് ചിരിക്കാനുള്ള വകയൊക്കെ ഉണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് ഒരു സിനിമയെ പിന്നെ നോക്കുന്നവർക്ക് അതിലൊരു തേങ്ങയുമില്ല എന്ന് തന്നെ മനസ്സിലാകും എന്നുള്ളതാണ്. ഏതായാലും ദിലീപിൻ്റെ ഈ ഒരു സിനിമ, അടുത്ത സിനിമയെങ്കിലും ഇയാൾ എന്തെങ്കിലും ഒരു ചിന്താഗതി പുതിയതായിട്ട് കൊണ്ടുവന്നാൽ എന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. അതായത് എന്തെങ്കിലും ഒന്ന് പുതിയത് കൊണ്ടുവരണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ പിന്നെ എന്താ പറയുക ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ടുള്ള ഒരു മൂവി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് നിലനിൽപ്പുണ്ടാകും എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനി ഇയാൾ പടർക്കാൻ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മടുത്തുപോയി. അതാണ്, വേറെ ഒന്നുമല്ല. ദിലീപിൻ്റെ അഭിനയം മോശമായിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല. അതായത് മടുത്തുപോയി, അത് തന്നെയാണ് പറയുന്നത്. അതിങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വേണ്ട. ഇനിയിപ്പോഴും നല്ല രീതിയിൽ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഈ പടം കണ്ടിട്ട് പൈസ പോയതല്ലാതെ വേറെ മിച്ചമൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയക്കാരാന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചാമ്പി വിടുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങൾ കൊണ്ടുവരാത്ത പല കാര്യങ്ങളും ഞോണ്ടിയെടുത്ത് കൊണ്ടുവരുന്നത് ദിലീപ് തന്നെയാണ്. കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.